ഹേ ഗൈസ്, എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ. സ്കിൻ ബ്രൈറ്റൻ ആവാൻ വേണ്ടി ട്രൈ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അതിനുവേണ്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ പാക്കുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ഇതിന് വേണ്ടുന്നത് ചോറാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധാ ചോറ്. പിന്നെ വേണ്ടുന്നത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം ഉപ്പ് ചേർക്കാത്ത കഞ്ഞിവെള്ളം എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടുന്നത് ആലോവേരയാണ്, കറ്റാർ വാഴ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചതായാലും മതി. പിന്നെ കോക്കനട്ട് ഓയിൽ വേണം. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. കോക്കനട്ട് ഓയിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സാധാ കോക്കനട്ട് ഓയിൽ മതി, അല്ലെങ്കിൽ ഇതുപോലെ പാരച്യൂട്ടിൻ്റെ ആയാലും മതി. അതായത് പ്രത്യേകിച്ച് സ്മെല്ലൊന്നും ഇല്ലാത്ത ഓയിൽ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് പരുവത്തിനാക്കണം. അതല്ലെങ്കിൽ കുറച്ച് അരച്ചിട്ട് അത് നമ്മൾ അരിച്ചെടുത്താലും മതി. ഇതിലേതായാലും നമുക്ക് യൂസ്ഫുൾ ആട്ടോ. ഇതിൽ നമ്മൾ എടുത്തേക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിന് വളരെ നല്ലതായിട്ടുള്ള ഐറ്റംസാണ്. നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിയതല്ലാത്തതുകൊണ്ട് തന്നെ ആഫ്റ്റർ എഫക്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത് നമ്മൾ നല്ല ജെൻറ്റിലായിട്ട് പുരട്ടി കൊടുക്കുക. പുരട്ടി കൊടുത്ത് നന്നായിട്ട് മസാജും കൂടെ ചെയ്യണം. നമ്മൾ ജസ്റ്റ് ഒന്ന് പുരട്ടി വെച്ചാൽ മാത്രം പോരാ, നമ്മൾ മസാജ് ചെയ്യുന്നതിലും ഇതിൽ കാര്യമുണ്ട്. ഇതിൽ നമ്മൾ ചേർത്തേക്കുന്ന കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഒരു കലവറയാണ്. അത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനൊക്കെ ഒത്തിരി സഹായിക്കും. ചോറാവട്ടെ നാച്ചുറൽ എക്സ്ഫോളിയൻ്റ് ആണ്. അത് നമ്മുടെ ഡെഡ് സ്കിന്നിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ ആലോവേര എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കോക്കനട്ട് ഓയിൽ ഒരു മോയ്സ്ചറൈസറാണ്. നമ്മുടെ സ്കിൻ ബാരിയറിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ നമുക്കിത് തേച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാമേ. അപ്പോൾ 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് തുടച്ച് കളയുന്നത്. തുടച്ച് കളയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു വീഡിയോയുടെ ആ ഒരു ലൈറ്റിൻ്റെയും പ്രശ്നങ്ങളും കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നല്ലൊരു വ്യത്യാസമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏതൊരു പാക്കായാലും, ഇതെന്നല്ല ഏതൊരു പാക്കായാലും നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നമുക്കത് തുടയ്ക്കുമ്പോൾ നമുക്കൊരു ബ്രൈറ്റൻ ഫീൽ വരും. ബ്രൈറ്റൻ ഫീൽ വന്നിട്ട് ഇത് അങ്ങനെ അങ്ങ് സ്ഥിരമായിട്ട് നിൽക്കത്തില്ല. സ്ഥിരമായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യണം. ഏതൊരു പാക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് റിസൾട്ട് ഉണ്ടാവുക. അല്ലാതെ ഇപ്പോൾ ഒറ്റത്തവണ യൂസ് ചെയ്താൽ ജീവിതകാലം മുഴുവൻ ഈ റിസൾട്ട് ഉണ്ടാവും എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാവും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.